എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. വിശ്വാസം, ശരിയായ വഴി, മനുഷ്യന്റെ അവസ്ഥ, ഇതൊക്കെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണല്ലേ. അപ്പോ അത്തരം കാര്യങ്ങൾ പറയുന്ന കുറച്ച് മലയാള കാവ്യശകലങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ തുടക്കം തന്നെ വളരെ ശക്തമായൊരു പ്രഖ്യാപനമാണ്. എന്നുവെച്ചാൽ നമ്മളിനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഉറവിടം എവിടെയാണെന്നും അതിൽ സംശയത്തിനു ഒരു കണിക പോലും സ്ഥാനമില്ലെന്നും ആദ്യമേ അങ്ങ് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വെളിപാടിന്റെ കാതൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അതായത് ഈ ഗ്രന്ഥം യഥാർത്ഥത്തിൽ എന്താണ്, ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഈ കവിതകൾ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അതെ, ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്, എന്താണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഈയൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അടുത്ത വരികളിൽ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം. ഈ മാർഗനിർദ്ദേശങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിനോ കുടുംബത്തിനോ രാജ്യത്തിനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങളുള്ളവർക്കാണ്. ആരാണവർ? അവർ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്നവരാണ്, തങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ്. ഇതിനു മുൻപ് വന്ന ദൈവിക സന്ദേശങ്ങളിലും അവർ വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്നവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ഒരാളുടെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനുമാണ്, അല്ലാതെ ജനനത്തിനല്ല. ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഈ കവിതകളിൽ സ്രഷ്ടാവിന്, അതായത് ദൈവത്തെ, എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതെ, ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ വരികൾക്ക് പറയാനുള്ളത്? അവിടുത്തെ ഗുണങ്ങൾ, അവിടുത്തെ ഏകത്വം, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വരികൾ ശ്രദ്ധിക്കൂ. ഏകദൈവ വിശ്വാസം എന്ന ആശയത്തിന്റെ കാതൽ, അതിന്റെ ആത്മാവ് ഇതിലടങ്ങിയിട്ടുണ്ട്. ദൈവം ഒന്നേയുള്ളൂ, എല്ലാത്തിനും ജീവൻ നൽകുന്നവൻ, സത്യത്തിന്റെ മൂർത്തീഭാവം എന്നൊക്കെയുള്ള ആ ആശയം എത്ര മനോഹരമായിട്ടാണ് ഈ വരികളിലൂടെ പറഞ്ഞുവെക്കുന്നത്, അല്ലേ? ഈ കവിതകളിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇരുട്ടും വെളിച്ചവും, അല്ലെങ്കിൽ അസത്യവും സത്യവും തമ്മിലുള്ള ഈ വേർതിരിവ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവ രണ്ടും സൃഷ്ടിച്ചതും ഇവ തമ്മിൽ തിരിച്ചറിയാനുള്ള അറിവ് നൽകുന്നതും ഒരേ സൃഷ്ടാവ് തന്നെയാണെന്നാണ് ഈ വരികൾ പറയുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ സർവജ്ഞാനത്തെക്കുറിച്ചുള്ള ആശയം വരുന്നത്. ആകാശത്തിലായാലും ഭൂമിയിലായാലും, രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും, എന്തിന് നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചുവെച്ച ഒരു ചിന്ത പോലും ആ സ്രഷ്ടാവിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വളരെ ശക്തമായൊരാശയമാണത്. അപ്പോ ഈ ദൈവീക സന്ദേശം എങ്ങനെയാണ് മനുഷ്യരിലേക്കെത്തുന്നത്? അതിനൊരു സംവിധാനം വേണ്ടേ? ആ ഒരു രീതിയെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അതെ, എങ്ങനെയാണ് മനുഷ്യർക്ക് മനസ്സിലാവാത്ത ദൈവികമായ കാര്യങ്ങൾ നമ്മളുടെ ഭാഷയിലേക്ക്, നമ്മൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അടുത്തതായി വരുന്ന വരികളിൽ നിന്ന് കണ്ടെടുക്കാം. ഇത് മനസ്സിലാക്കാൻ യൂസുഫ് നബിയുടെ കഥ ഒരു നല്ല ഉദാഹരണമാണ്. ഇവിടെ നോക്കൂ, ദൈവീക വെളിപ്പാട് വരുന്നത് ഒരു സ്വപ്നമായിട്ടാണ്. ഒരു കൊച്ചുകുട്ടി കാണുന്ന സ്വപ്നം, ഞാൻ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ പ്രണമിക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കഥയുടെ തുടക്കമായിരുന്നു. കഥ മുന്നോട്ടു പോവുകയാണ്. ഇവിടെ ദൈവികമായ വെളിപാടിനോടൊപ്പം പിതാവിന്റെ അനുഭവസമ്പത്തും ജ്ഞാനവും മുൻകരുതലുമൊക്കെ ചേരുന്നത് കാണാം. ഈ സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറയരുത്, അവർ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്തേക്കാം എന്ന ഉപദേശം നോക്കൂ. വെറും കവിതകൾക്കപ്പുറം ഹൃദയത്തിൽ തൊടുന്ന ഒരു കഥ കൂടി ഇതിനുള്ളിൽ വികസിക്കുകയാണ്. യൂസുഫ് നബിയുടെ കഥയിൽ നിന്ന് നമുക്കൊരു പൊതുതത്വത്തിലേക്ക് വരാം. മാർഗദർശനം എപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്ന, അവർക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് ഓരോ പ്രവാചകനും വന്നത് അവരുടെ സ്വന്തം ജനതയുടെ ഇടയിൽ നിന്ന്, അവരുടെ സ്വന്തം ഭാഷ സംസാരിക്കുന്നവരായിട്ട്. അപ്പോഴല്ലേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വിശ്വാസത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം. ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം? അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കണം? അതിനൊരു രൂപരേഖയുണ്ടോ? അതെ, ഈ ദൈവിക സന്ദേശങ്ങളെയൊക്കെ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവുമായിട്ട്, നമ്മുടെ പെരുമാറ്റവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണല്ലേ. ലുഖ്മാൻ എന്ന ജ്ഞാനി തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ നോക്കൂ. ഇത് കാലങ്ങളെ അതിജീവിച്ച ഒന്നാണ്. എത്ര ലളിതവും എന്നാൽ എത്ര ആഴമേറിയതുമായ കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്നു. ദൈവത്തിൽ ആരെയും പങ്കുചേർക്കരുത്. പിന്നെ മാതാപിതാക്കളോടുള്ള കടമ. നമ്മൾ ചെയ്യുന്ന ഒരു കടുകുമണിയോളം ചെറിയ കാര്യത്തിനു പോലും വിലയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ. അഹങ്കാരം പാടില്ല, വിനയം വേണം, സംസാരത്തിൽ പോലും സൗമ്യത വേണം. ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടതെല്ലാം ഇതിലുണ്ട്. ഇവിടെ ഒരു നല്ല സമൂഹത്തിനു വേണ്ട ചില നിയമങ്ങൾ കൂടി പറയുന്നുണ്ട്. കൊടുത്ത വാക്ക് പാലിക്കുക,
നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചു നിൽക്കുക, ചീത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. അനാഥകളുടെ സ്വത്ത് അവർക്ക് നീതിയോടെ കൊടുക്കുക. പണം ചെലവാക്കുമ്പോൾ ഒരുപാട് ധൂർത്തടിക്കരുത്. എന്നാൽ പിശുക്ക് കാണിക്കുകയും വേണ്ട. ഒരു മിതമായ വഴി കണ്ടെത്തുക. പ്രായമായ മാതാപിതാക്കളോട് കരുണയും സ്നേഹവും കാണിക്കുക. മറ്റൊരാളെ കളിയാക്കുകയോ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ പാലിക്കപ്പെട്ടാൽ ആ സമൂഹം എത്ര മനോഹരമാകും, അല്ലേ? ഇനി നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ജീവിതത്തിനൊരു അവസാനമുണ്ട്. ആ പ്രവൃത്തികളുടെ ഫലം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെ, എന്താണ് നമ്മുടെ അന്തിമമായ വിധി? നമ്മൾ ഈ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും എന്ത് പ്രത്യാഘാതമാണുണ്ടാവുക? അന്ത്യനാളിൽ എന്തു സംഭവിക്കും? ഈ വരികൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈയൊരു ചിത്രം മനസ്സിൽ കണ്ടുനോക്കൂ. വിധിനാൾ വന്നെത്തുമ്പോൾ ഓരോ സമൂഹവും മുട്ടുകുത്തി നിൽക്കുന്നു. എന്നിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു റെക്കോർഡ്, ഒരു പുസ്തകം അവർക്ക് മുന്നിൽ വയ്ക്കുന്നു. ആ ഒരു രംഗത്തിന്റെ ഗൗരവം എത്ര വലുതാണ്! ഓരോ ചെറിയ കാര്യത്തിനും അവിടെ കണക്കുണ്ടാകും എന്നൊരു സൂചനയാണത്. അപ്പോ ആ വിധി ദിവസത്തിനു ശേഷം എന്ത് സംഭവിക്കും? പ്രധാനമായും 2 തരം ഫലങ്ങളെക്കുറിച്ചാണ് ഈ കവിതകൾ പറയുന്നത്. 1, നന്മ ചെയ്ത് ജീവിച്ചവർക്കുള്ള സ്വർഗം. 2, തിന്മയുടെ വഴി തിരഞ്ഞെടുത്തവർക്കുള്ള നരകം. അതായത് നമ്മുടെ അന്തിമമായ ലക്ഷ്യം നിർണ്ണയിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ ഭാഗം നമുക്ക് ഈയൊരു വരിയോടുകൂടി അവസാനിപ്പിക്കാം. ഇതിലെല്ലാം സംഗ്രഹിച്ചിട്ടുണ്ട്. ആരാണോ സത്യത്തെ നിഷേധിക്കുകയും ദൈവത്തിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്നത്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പാഴായിപ്പോകും. എന്നാൽ ആരാണോ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്, അവരുടെ തെറ്റുകൾ ദൈവം പുറത്തു കൊടുക്കുകയും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യും. വളരെ വ്യക്തമായൊരു സന്ദേശമാണിത്. അപ്പോ ഈ കേട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ഈ കവിതകൾ നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമുക്ക് ഈ വിശകലനം ഇവിടെ നിർത്താം.